ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വളരെ സിമ്പിളായി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. ബ്ലാങ്ക് ലേഔട്ടോട് കൂടിയ ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഈ സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാം. അതിനായി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിനു മുകളിലായി ഈ ഒരു ഇമേജ് തന്നെ വീണ്ടും ഒന്നുകൂടി ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ആ ഒരു ഇമേജ് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനെ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യും. തുടർന്ന് ഞാൻ ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഈ ഇമേജിനെ ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. അതിനായി ഇവിടെ ആസ്പെക്ട് റേഷ്യോ 16:9 സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടി ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യും. ശേഷം ഞാൻ ഈ ഇമേജിനെ ഈ സ്ലൈഡ് ഫുൾ കവർ ആകുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. വീണ്ടും ഇവിടെ പിക്ചർ എന്ന ഭാഗത്തു നിന്നും ഇവിടെ ഇതിന്റെ ബ്രൈറ്റ്നസ് ഒരു -80 നൽകുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഈ സ്ലൈഡിൽ നിന്നും ഈ രണ്ട് ടെക്സ്റ്റ് ബോക്സസ് ഇവിടെ കോപ്പി ചെയ്ത് അതൊന്ന് നമ്മുടെ പുതിയ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ഷേപ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മുടെ സ്ലൈഡിൽ ആവശ്യമായിട്ടുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഈ യെല്ലോ സർക്കിൾ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ എൻഡ് രണ്ടും ഫുൾ റൗണ്ട് ചെയ്ത് നൽകുന്നു. അതോടൊപ്പം ഇവിടെ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ നോ ഔട്ട്ലൈൻ നൽകി ഇവിടെ ഫില്ല് ഞാൻ സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഞാൻ ആദ്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്ത ആ ഇമേജിന്റെ ഭാഗം നമുക്ക് ഈ റെക്ടാങ്കിളിലൂടെ കാണുന്നത്. ഇനി നമുക്ക് ഈ റെക്ടാങ്കിളിനെ ഒരല്പം റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിന് ഒരു ആനിമേഷൻ നൽകാം. അതിനായി ഞാനിവിടെ ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു റെഡ് സർക്കിൾ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് നൽകുന്നു. ഇനി ഞാനിവിടെ ആനിമേഷൻ പെയിനിൽ നിന്നും ഈ ആനിമേഷനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ എഫക്റ്റിൽ നിന്നും ഓട്ടോ റിവേഴ്സും ടൈമിങ്ങിൽ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് എന്നുള്ള ഓപ്ഷനും ഇവിടെ റിപ്പീറ്റ് എന്നുള്ള ഭാഗത്ത് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷനും നൽകുന്നു. തുടർന്ന് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രിവ്യൂ കാണാം. ഞാൻ ഇനി ഈ റെക്ടാങ്കിളിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിനായി Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഷേപ്പിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ വീണ്ടും ഈ റെക്ടാങ്കിളിനെ ഒന്ന് Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. നമുക്കിപ്പോൾ കാണാം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ രണ്ട് റെക്ടാങ്കിളുകൾ കൂടി ഇവിടെ ക്രിയേറ്റ് ആയത്. ഈ ടെക്സ്റ്റ് ബോക്സിനെ മറയ്ക്കുന്ന രീതിയിലാണ് ഈ റെക്ടാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഞാൻ ഈ റെക്ടാങ്കിളുകളെല്ലാം സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ഇവിടെ സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പുകൾ ബാക്കിലേക്ക് പോവില്ല. സോ അത് ബാക്കിലേക്ക് ആവുന്നത് വരെ നമ്മൾക്ക് ഈ ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ രണ്ടാമത് ആഡ് ചെയ്ത ഇമേജിനും ബാക്കിലേക്ക് ഈ റെക്ടാങ്കിളുകൾ പോയി. സോ ഞാൻ ഒരു വട്ടം ഇവിടെ ബ്രിങ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു.
ഇനി നമുക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡിന്റെ പ്രോഗ്രസ് ഒന്ന് സ്ലൈഡ് ഷോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ റെക്ടാങ്കിളുകൾ മൂവ് ആവുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരേ സമയത്താണ് മൂവ് ആവുന്നത്. സോ ഞാനിവയെ വ്യത്യസ്ത രീതിയിൽ മൂവ് ചെയ്യിക്കാനായി ആദ്യത്തെ റെക്ടാങ്കിളിനൊഴിച്ച് ബാക്കി 3 റെക്ടാങ്കിളിനും ഒരു ഡിലേ നൽകുകയാണ് ഇവിടെ ആനിമേഷനിൽ. സോ ഞാനിവിടെ ആനിമേഷൻ പെയിനിൽ നിന്നും രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ആനിമേഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ഡിലേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. സോ അവിടെ ഞാനൊരു 0.5 സെക്കൻഡ് നൽകുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ റെക്ടാങ്കിളിന്റെ ആനിമേഷൻ സെലക്ട് ചെയ്ത് ഒരു 1 സെക്കൻഡ് ഡിലേ നൽകുന്നു. അവസാനത്തെ റെക്ടാങ്കിളിന്റെ ആനിമേഷൻ സെലക്ട് ചെയ്ത് 1.5 സെക്കൻഡ് ഡിലേ നൽകുന്നു. ഇനി നമുക്കിതൊന്ന് കണ്ടു നോക്കാം. സോ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓരോ റെക്ടാങ്കിളും വ്യത്യസ്ത രീതിയിലാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിലാണ് ഇവിടെ ആനിമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പുതിയതായി ക്രിയേറ്റ് ആയിട്ടുള്ള ഷേപ്പുകളെ ഈ ഒരു ഭാഗത്തായി കോപ്പി ചെയ്ത് വെക്കും. ഞാൻ ഒരല്പം കൂടി ഈ ഒരു ഷേപ്പുകളെ ഇവിടെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഷേപ്പുകളെല്ലാം ഈ ടെക്സ്റ്റിന് മുകളിലൂടെയാണ് മൂവ് ആകുന്നത്. സോ നമുക്ക് അതുകൂടി ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഞാൻ ഈ ഷേപ്പുകളെല്ലാം സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ബ്രിങ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. സോ ഇനി നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ ആനിമേഷൻ വർക്ക് ആവുന്നുണ്ട്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.